മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 6ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ അരിത്മെറ്റിക് ഓഫ് പാർട്സ്, ഭാഗക്കണക്കുകൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഓരോ വീഡിയോകളിൽ ചെയ്തു വരുന്നത്. പേജ് 50 മുതൽ ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് തുടങ്ങി. അപ്പോൾ തൊട്ട് മുമ്പുള്ള വീഡിയോകളൊക്കെ അങ്ങനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വരുന്ന പേജ് 56 മുതൽ വരുന്ന ചോദ്യങ്ങളാണ് അരിത്മെറ്റിക് ഓഫ് പാർട്സ്, ഭാഗക്കണക്കുകൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഓരോ വീഡിയോകളിൽ ചെയ്തു വരുന്നത്. പേജ് 50 മുതൽ ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് തുടങ്ങി. അപ്പോൾ തൊട്ട് മുമ്പുള്ള വീഡിയോകളൊക്കെ അങ്ങനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വരുന്ന പേജ് 60 മുതൽ വരുന്ന ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ തൊട്ട് മുമ്പ് പരിചയപ്പെടുത്ത ചോദ്യങ്ങളെല്ലാം പ്ലസ് അഡീഷനുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു, കൂട്ടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറക്കുന്നത്, സബ്ട്രാക്ഷനാണ്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഓരോരോ കാര്യവും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അറിയിക്കുകയാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും മടി കാണിക്കരുത്. ഓക്കെ, ഞാൻ ക്ലാസ്സിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഇതേമാതിരി സബ്ട്രാക്ഷൻ വരുന്ന സമയത്ത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ഒരുപോലെ ഉണ്ടോ എന്ന് ആദ്യം നോക്കുക. ഇല്ല. അപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഛേദം, ഡിനോമിനേറ്റർ ഒരുപോലെ ആക്കിയിട്ട് വേണം ചെയ്യാൻ. അത് നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? അതിന് ഈ രണ്ടിൻ്റെ മൾട്ടിപ്പിൾ നോക്കുക. നമ്മൾ രണ്ടിൻ്റെ ഗുണിതങ്ങൾ എഴുതുക. 2, 4, 6, 8. ഓക്കെ, ഇതിലുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇതിന് ഇപ്പോഴും ഈ ഇങ്ങനെ മൾട്ടിപ്പിൾ എഴുതി വരുമ്പോൾ ഇവിടെ വരുന്ന നമ്പർ എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും നമ്മൾ എഴുതുന്നു. അപ്പൊ ഇവിടെ എത്തിയത് കൊണ്ട് ഇതിവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ ഇതിന് നമ്മൾ 8 വരെ കിട്ടി. ഇവിടെയും നമ്മൾക്ക് എത്രയുണ്ട്? 8 ഉണ്ട്. അപ്പൊ ഇനി ചെയ്യാൻ പോകുന്ന ഐഡിയ, ഈ 1/2 1/2 ഈക്വൽ ആയിട്ട് 8 ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ഒരു ഫ്രാക്ഷൻ, 1/2 തുല്യമായിട്ട് 8 ഛേദം വരുന്ന ഒരു ഭിന്നസംഖ്യ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് 1/2 എന്ന് പറയുന്നതിന് തുല്യമായിട്ട് ഛേദം 8 വരുന്ന ഒരു നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. കുട്ടികൾ ശ്രദ്ധിക്കുക, ഇവിടെ 2 എന്നുള്ളത് ഇവിടെ 8 ആയിട്ട് മാറുന്നത് 2നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾക്കറിയാം. അപ്പോൾ ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 8 മാറുമ്പോൾ ഒന്നിനെയും നമ്മൾ എന്ത് ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു 4 നമുക്ക് കിട്ടും, 4. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും 4/8. നോക്കൂ കുട്ടികളെ, ഈ രണ്ടാമത്തെ ഇതിൽ ഉള്ളതിന്റെ ഛേദം എത്രയാ വരുന്നത്? 8 തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഇതിന്റെ മൾട്ടിപ്പിൾ എഴുതേണ്ട ആവശ്യമില്ല, ഒറ്റൊന്ന് മാത്രം നമ്മൾ എഴുതി വെച്ചാൽ മതി. ഓക്കെ, രണ്ടാമത്തേത് നമുക്ക് ഉള്ളത് എത്രയാണ്? 1/8 ആണ്. ഇത് കിട്ടുന്നത് 4/8 ആണ്. ഇത് 1/8. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1/2 നിന്ന് 1/8 കുറക്കാൻ പറഞ്ഞാല് 1/2 തുല്യമായിട്ടുള്ള 4/8 നിന്ന് ആരെ കുറച്ചാൽ മതി? 1/8 കുറച്ചാൽ മതി. ഓക്കെ, അപ്പൊ 4 നിന്ന് 1 പോയാൽ നമുക്ക് എത്ര കിട്ടും? 4 നിന്ന് 1 കുറക്കുക ബൈ 8 8 കുറക്ക് പരുത്. രണ്ട് സ്ഥലത്ത് ഒരേപോലെ വരുന്നുണ്ടെങ്കിൽ അത് തന്നെ നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതണം. അപ്പൊ 4 നിന്ന് 1 പോയാൽ നമുക്ക് ആൻസർ കിട്ടും 3/8. അതായത് 1/2 നിന്ന് 1/8 പോയാൽ അതിന്റെ ആൻസർ കിട്ടി 3/8 എന്ന് പറയുന്ന 3/8 എന്ന് പറയുന്ന ആൻസർ കിട്ടി. രണ്ട് എണ്ണത്തിന്റെയും ഛേദങ്ങൾ വ്യത്യാസമാണെങ്കിൽ ഇതിന്റെ ഛേദത്തിനെ ഇതുപോലെ ആക്കാൻ കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റും ഈ കണക്ക്. ഓക്കെ, ഇനി ഇതിന്റെ കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇതേമാതിരിയുള്ള ചോദ്യം എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ കടക്കുമ്പോൾ ഇവിടെ 3/4 ഉണ്ട്, ഇവിടെ 1/8 ഉണ്ട്. നോക്കൂ കുട്ടികളെ, ഇതിന്റെ ഡിനോമിനേറ്റർ നോക്കണ്ട കേട്ടോ, ഒരേപോലെ അല്ല. അപ്പൊ 4 നമുക്ക് 8 ആക്കാൻ പറ്റും. എങ്ങനെ 4നെ 8 ആക്കാൻ പറ്റല്? 4 2 കൊണ്ട് ഗുണിച്ചാൽ 8 ആക്കാൻ പറ്റും അല്ലെ? അപ്പൊ ഈ 3/4 എന്ന് പറയുന്ന നമ്പറിനെ
നമുക്ക് 8 ആക്കിയിട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇതിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പൊ നമുക്ക് എത്ര കിട്ടി? 6. അപ്പൊ അതിനെ 6/8 എന്ന് എഴുതാം. ഈ 4നെ നമുക്ക് 8 ആക്കാൻ പറ്റിയത് കൊണ്ടാണ് കുട്ടികളെ 2 കൊണ്ട് ഗുണിച്ചത് 6/8 എന്ന് എഴുതിയത്. അപ്പൊ നമ്മൾക്ക് ഇവിടെ എഴുതാൻ പറ്റും 3/4 നിന്ന് 1/8 കുറക്കുന്നതിന് തുല്യമാണ് 3/4 തുല്യമായിട്ടുള്ള 6/8 നിന്ന് 1/8 കുറക്കുന്നത്. അപ്പോൾ 6ന്ന് 1 പോയാൽ നമുക്ക് ഉത്തരം എഴുതാം. നേരത്തെ എഴുതിയ പോലെ /8. 6ന്ന് 1 നമുക്ക് കുറച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും 5/8 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോ നേരത്തെ ചെയ്തതിന് മൾട്ടിപ്ലൈറ്റ് എഴുതി. ഓക്കെ, മൾട്ടിപ്ലൈറ്റ് എഴുതിയാലും നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 8 തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതേപോലെ 4നെ ഇവിടെ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മൾട്ടിപ്ലൈ എഴുതേണ്ട ആവശ്യമില്ല. ഈ 4നെ ഇവിടുത്തെ നമ്പർ ചെറിയ നമ്പറിനെ വലിയ നമ്പർ ആക്കാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നോക്കിയിട്ട് ഇതിനെ മാത്രം അതേ നമ്പർ കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഞാൻ ഒന്നുകൂടെ പറയാം. ഇവിടെ ഇപ്പം 4 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്. 4നെ നമുക്ക് 8 ആക്കാൻ പറ്റും. എങ്ങനാ? ഈ 4നെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇതിനെയും 2. അപ്പൊ ഗുണിക്കുമ്പോൾ ശ്രദ്ധിക്കണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഈ 3/4 തുല്യമായിട്ട് 8 ഛേദം വരുന്ന ഒരു നമ്പർ നമുക്ക് അവിടെ കിട്ടും. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ആരെ കുറക്കാം? 1/8 കുറക്കാം. ഇതിന് 6/8 എന്ന് എഴുതിയാൽ അതിൽ നിന്ന് 1/8 കുറക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ രണ്ടിന്റെയും ഡിനോമിനേറ്റർ ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വഴി ഉപയോഗിക്കുന്നത്. നോക്കൂ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 1/3 മൈനസ് 1/5. നോക്ക്, 3നെ 5 ആക്കാൻ കഴിയില്ല. ഗുണിച്ചാൽ 5 ആവൂലല്ലോ. 5നെ 3 ആക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾക്ക് ഈ വഴി ഇവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ആദ്യം ഉപയോഗിച്ച വഴിയാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടി വരിക. ഓക്കെ, അപ്പൊ 3ന്റെ മൾട്ടിപ്ലൈ ഏതല്ല വരിക? 3, 6, 9, 12. നോക്ക്, ഞാൻ എഴുതി പറഞ്ഞുതരാം. 5ന്റെ എഴുതി നോക്ക്. 5, 10, 15. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഇവിടെയും ഇവിടെയും ഒരുപോലെ വരുന്ന നമ്പർ ഉണ്ടോ? ഇല്ല. 3, 6, 9, 12 അതൊന്നും ഇവിടെ ഇല്ല. അപ്പൊ ഇവിടെയും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഞാൻ 12 വരെയല്ലേ ഞാൻ ആദ്യം എഴുതിയത്, 12 വരെ എഴുതിയത്. അടുത്ത നമ്പറും കൂടി എഴുതുക, 15. 3ന്റെ മൾട്ടിപ്പിൾ, 3ന്റെ ഗുണിതം 15 എഴുതുക. അപ്പൊ ഇവിടെയും 15 വന്നു. അപ്പൊ ആ 15 നമ്മുടെ കോമൺ ആയിട്ട് വരുന്നത്. അപ്പൊ ഇനി എന്താണ് ചെയ്യുന്നത്? 1/3നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിനോമിനേറ്റർ, ഈ കോമൺ ആയിട്ട് വരുന്ന ഡിനോമിനേറ്റർ ഉണ്ടല്ലോ 15, ഈ 15 ആക്കി മാറ്റുന്നു. അതേപോലെ 1/5നെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഛേദം 15 ഉള്ളത് ആക്കി മാറ്റുന്നു. അപ്പൊ 1/3ന് 3 15 ആവാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? 5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? 5 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, താഴെ ഗുണിക്കുന്നത് തന്നെ മുകളിലും ഗുണിക്കണം കേട്ടോ. അപ്പൊ 1/5 നമുക്ക് കിട്ടും 5. അപ്പൊ 5/15 കിട്ടി. 1/3ന് പകരം 5/15 കിട്ടി. 1/5, 5 15 എങ്ങനെയാണ് ആയിട്ടുണ്ടാവുക? 3 കൊണ്ട് ഗുണിച്ചതായിരിക്കും. അപ്പൊ 1നെയും 3 കൊണ്ട് ഗുണിക്കുക. ഒരു 3 നമുക്ക് 3 കിട്ടും. അപ്പൊ ഈ 1/3ന് പകരം ഇതെഴുതാം, 1/5ന് പകരം ഇതെഴുതാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാം 5/15 മൈനസ് 3/15. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇത് മൈനസ് ഇത്. ഓക്കെ, അപ്പൊ രണ്ടിന്റെ ഛേദം ഒരേമാതിരി ആയതുകൊണ്ട് ആ ഡിനോമിനേറ്റർ നമുക്ക് ഛേദം 15 എഴുതാം. അപ്പൊ 5ന്ന് 3 പോയാൽ നമുക്ക് എത്ര കിട്ടും? 2ന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. അപ്പോൾ ഇതിന്റെ ആൻസർ ആയി കഴിഞ്ഞു. രണ്ടിനെയും മൾട്ടിപ്ലൈറ്റ് ഒരേപോലെ ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിർബന്ധമായും നമ്മൾ മൾട്ടിപ്പിൾ പഠിച്ചിരിക്കണം. ഓക്കെ, അതേ സമയത്ത് 3ഉം 5ഉം 15 എന്ന് അറിയുന്ന കുട്ടിക്ക് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടി ആ 15നെ ഇതിൻ്റെതും 15 ആക്കുക, ഇതിൻ്റെതും 15 ആക്കി ഡയറക്റ്റും നിങ്ങൾക്ക് എഴുതാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 2/5 3. 5നെ 3 ആക്കാനാവില്ല. 3ന് 5 ഗുണിച്ച് 5 കിട്ടൂലല്ലോ, ഇല്ല. അപ്പൊ 5ന്റെ 3ന്റെയും ഏതാണ് നമുക്ക് കോമൺ ആയിട്ട് കിട്ടിയത്? 15 ആണ്. അപ്പൊ ഈ 2/5നെ ഏതിലേക്ക് മാറ്റുക? നമ്മ 15ലേക്ക് മാറ്റുക. നേരത്തെ ചെയ്തത് ഒരേപോലെ ആയതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഇവിടെ 15 എന്ന് എഴുതിയത് കേട്ടോ. ഓക്കെ, 5നെ 15. അതേമാതിരി 1/3നെയും ഏതിലേക്ക് മാറ്റുക? 1/3നെയും നമ്മൾ ഏതിലേക്ക് മാറ്റുക?
15ലേക്ക് മാറ്റുക. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എന്ത് കിട്ടും നോക്കിയാൽ, ഈ 2/5 എന്ന് പറയുന്നതിന് 5നെ 3 കൊണ്ട് ഗുണിച്ചു അല്ലെ. അപ്പൊ 2നെയും എത്ര കൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട്. 2 3 6. ഈ 3നെ 15 ആക്കാൻ 5 കൊണ്ട് ഗുണിച്ചു. അപ്പൊ മേലെയും 5 കൊണ്ട്. 1 × 5 5. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുന്നതിന് പകരം, ഇതിൽ നിന്ന് ഇത് കുറക്കുന്നതിന് പകരം ഈ നമ്പറിൽ നിന്ന് ഈ നമ്പർ കുറച്ചാൽ മതി. അതായത് 6/15 നിന്ന് ആരെ കുറച്ചാൽ മതി? 5/15 കുറച്ചാൽ മതി. ഐഡിയ മനസ്സിലായല്ലോ? ഇതിൽ നിന്ന് ഇതിനെ കുറച്ചാൽ മതി. അപ്പോ ഡിനോമിനേറ്റർ താഴെ 15. 6 ന്ന് 5 പോയാൽ നമുക്ക് എത്ര കിട്ടും? 1. 6 - 5 1 കിട്ടും. ഓക്കെ, ഇതേമാതിരി നമുക്ക് 2/3 മൈനസ് 1/5 നമുക്ക് ഇതേമാതിരി ചെയ്യാൻ പറ്റും. 3ഉം 5ഉം വരുന്നത്. നേരത്തെ 3ഉം 5ഉം വരുമ്പോ 15 അല്ലേ വന്നത്? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ 2/3നെ നമ്മൾ ഒരു 15ലേക്ക് മാറ്റി എഴുതുക. 1/5നെയും ഏതിലേക്ക് മാറ്റി എഴുതുക? ഒരു 15ലേക്ക് മാറ്റി എഴുതുക. ഓക്കെ, 1/5നെ 15ലേക്ക് മാറ്റി ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 3/15 ഉണ്ട്. ഓക്കെ, വേണ്ട, 2/3നെ 15 ആക്കാൻ 5 കൊണ്ട് ഗുണിച്ചു. അപ്പൊ ഇതിനെയും 5. ഇവിടെ എന്തുകൊണ്ട് ഗുണിക്കുന്നോ അതന്നെ മേലെയും. 2 5 10. ഇവിടെ 5നെ 15 ആക്കാൻ 3 കൊണ്ട് ഗുണിച്ചു. അപ്പൊ ഇതിനെയും 3 കൊണ്ട്. അപ്പൊ 1 3 3. അപ്പൊ ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി. അപ്പോ നമുക്ക് നോക്കിയാൽ 10/15 മൈനസ് 3/15 നമുക്ക് എത്ര കിട്ടും? 15. താഴെ 15 താഴെ 10 ന്ന് 3 പോയാൽ 7. അപ്പൊ ആൻസർ 7/15. അതായത് ഇവിടെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. 2 ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുമ്പോൾ ഉള്ള നിയമം തന്നെയാണ് 2 ഫ്രാക്ഷൻസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്. എന്ത് മാത്രം മാറ്റം? അവിടെ കൂട്ടണം, ഇവിടെ നമ്മൾ കുറക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഏത് തരത്തിലാണെന്ന്. ഇങ്ങനെ വരുമ്പോ കുട്ടികളെ ചെറിയ നമ്പറിന വലിയ നമ്പർ ആവുന്നുണ്ടെങ്കിൽ ഇതിനെ മാത്രം മാറ്റിയാൽ മതി. ഓക്കെ, ഇതും ചെയ്യുമ്പോൾ ഇതിനെ ഇതാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിനെ മാത്രം മാറ്റിയാൽ മതി കേട്ടോ. കുറച്ചും കൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും. ഓക്കെ, ഈ കണക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പേജ് നമ്പർ 64 64ത്തെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. അതില് തുടർച്ചയായിട്ട് 6 ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: നതാഷ drew a circle and colored 5/12 of it. What fraction of the circle remains to be colored? നദിഷ ഒരു വൃത്തം വരച്ചിട്ട് അതിന്റെ 12/5 ഭാഗം 12 5/12 പാർട്ട് ഷെയ്ഡ് ചെയ്തു. ഇനി അതിൽ എത്ര ഷെയ്ഡ് ചെയ്യാൻ ബാക്കിയുണ്ട് എന്നുള്ളതാണ് ചോദ്യം. നോക്ക്, ഞാൻ ഇതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിന് ഇങ്ങനെ ചിത്രം വരച്ചിന്. വരക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ 12 കഷ്ണങ്ങളായിട്ടുള്ളത് ഞാൻ വരച്ചിട്ടുണ്ട്. നദിഷ എന്താ ചെയ്തത്? 5 ഷെയ്ഡ് ചെയ്തു. നോക്കൂ കുട്ടികളെ, 1 ഇത് ഷെയ്ഡ് ചെയ്തു, 2 ഷെയ്ഡ് ചെയ്തു, 3 ഷെയ്ഡ് ചെയ്തു, 4 ഷെയ്ഡ് ചെയ്തു, നോക്ക് 5 ഷെയ്ഡ് ചെയ്തു, 5 ഷെയ്ഡ് ചെയ്തു. ഇങ്ങനെ ഷെയ്ഡ്. ഇനി എത്ര ഷെയ്ഡ് ചെയ്യാൻ ബാക്കിയുള്ളതാണ്? അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും ടോട്ടൽ എത്രയുള്ളത്? 12 ആയില്ല അല്ലെ? അപ്പൊ 5/12 ഷെയ്ഡ് ചെയ്തത്. അപ്പൊ ബാക്കി എത്ര ഉണ്ടാവും എന്നറിയാൻ നിങ്ങൾക്ക്? 7/12 ഷെയ്ഡ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ആൻസർ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ചിത്രം ഇല്ലാതെ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ. 5/12 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത് അല്ലെ? ഫുൾ ഷെയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം നോക്കൂ, ശ്രദ്ധിക്കേ. 5/12 എത്ര കൂടെ ഷെയ്ഡ് ചെയ്താല് 12/12 ആവുമെന്ന് നോക്കിയാൽ മതി. 12/12 ആണല്ലോ ഫുള്ള്. അപ്പൊ 5/12 കൂടെ എത്ര കൂട്ടിയാൽ 12/12 കിട്ടും നോക്കിയാൽ മതി. എത്ര കിട്ടും? 5/12. 12ൽ 5ഉം 12ൽ 7ഉം കൂട്ടിയാൽ എത്രയായി? 12/12 ആയി. അപ്പൊ ആൻസർ ഇതിന്റെ നമുക്ക് എത്ര കിട്ടും? ആൻസർ കിട്ടും 7/12 എന്ന് പറയുന്നത് കിട്ടും. ഇനി ഇങ്ങനെ എഴുതാതെ നമുക്ക് പറയാൻ പറ്റും. അതായത് 5/12 ആണ് ഷെയ്ഡ് ചെയ്തത്, ഷെയ്ഡഡ് അല്ലെ? ചായം തേച്ചത് എത്രയാണ് ചെയ്തത്? 5/12. അപ്പൊ 12ൽ 5 ആണ് ചെയ്തത്. അപ്പൊ ഇനി എത്ര ബാലൻസ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 12ന്ന് 5 കുറച്ചിട്ട് ആ 12 എഴുതിയാൽ മതി. 12ന്ന് 5 ചെയ്തു, ബാക്കി എത്ര അറിയാൻ 12ന്ന് 5 കുറച്ചാൽ മതിയല്ലോ. അപ്പൊ നമുക്ക് എത്ര കിട്ടും?
7/12 എന്ന് കിട്ടും. അപ്പൊ ആൻസർ ഈ തരത്തിലും എഴുതാം, ഇങ്ങനെ എഴുതാം, ഏതാണ് നിങ്ങൾക്ക് എളുപ്പം. ഇനി നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പൊ ഒരു ചിത്രത്തിന്റെ 4/11 ആണ് ഷെയ്ഡ് ചെയ്തു, 4/11 ഭാഗം ചായം തേച്ചിട്ടുണ്ട്. ഇനി എത്ര ചായം തേക്കാനുണ്ട് എന്നുള്ളതാണെങ്കിൽ ആകെ 11 ഭാഗം ഉണ്ടല്ലോ, 4 ഷെയ്ഡ് ചെയ്തിട്ടു, ബാക്കി എത്രയുണ്ട് അറിയാൻ എന്നാ വഴി 11 4 കുറച്ചിട്ട് 11 എഴുതിയാൽ മതി. അപ്പൊ എത്ര 14 കുറച്ച് എത്ര 7. അപ്പൊ ആൻസർ 7/11. ഇനി ചില കുട്ടികൾക്ക് ഈ 11 എഴുതാൻ വിഷമുണ്ടെങ്കിൽ 11 4 കുറച്ചിട്ട് 7 കണ്ടുപിടിക്കുക. അപ്പൊ 7/11 ഇത് മാത്രം നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതിയാൽ മതി. ഇത് നിങ്ങൾക്ക് എഴുതാൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോ ഇത് ആകെയുള്ളത്, ഇത് ഷെയ്ഡ് ചെയ്തത്, ബാക്കിയുള്ളത് കണ്ടുപിടിക്കുക, /11 തന്നെ എഴുതുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, എ ബക്കറ്റ് ക്യാൻ ഹോൾഡ് 10 liters of water and it contains 3 3/4 liters. How much more is needed to fill it? അതായത് ഒരു 10 ലിറ്റർ ആണ് ബക്കറ്റിന്റെ കപ്പാസിറ്റി. 10 ലിറ്റർ കൊള്ളുന്ന ഒരു ബക്കറ്റില് എത്രയുണ്ട്? ഇതിലാകെ കൊള്ളുന്നത് എത്രയാണ്? 10 ലിറ്റർ. അതില് 3.25 ലിറ്റർ വെള്ളം ഉണ്ട് എന്നാണ് പറയുന്നത്. 3.25 ലിറ്റർ വെള്ളമുണ്ട്, ഇത്ര പോര വെള്ളമുണ്ട്. അപ്പൊ ഇനി എന്താ പറഞ്ഞത്? ഇത് 3/4, 3.25, 3 3/4. ഇനി എത്രയും കൂടെ ഒഴിച്ചാലാണ് ഈ ബക്കറ്റ് ഫുൾ ആവുക എന്ന് പറഞ്ഞത്. ടോട്ടൽ എത്രയാണ് കപ്പാസിറ്റി? 10 ലിറ്റർ ആണ്. അതിൽ എത്രയാണ്? 3.25 ഉള്ളത്. അപ്പൊ ഇനി ബാക്കിയുള്ളത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇതിൽ കൊള്ളുന്നതിൽ നിന്ന് ഈ 3.25 സബ്ട്രാക്ട് ചെയ്താൽ മതി. അതായത് ഇനിയിപ്പോ നമുക്ക് ആവശ്യം ടോട്ടല് വരുന്നത് എത്രയാണ്? ടോട്ടല് 10 ലിറ്റേഴ്സ് വരും. ഓക്കെ, 10 ആകെ വരുന്നത് 10 ലിറ്റർ. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം, ഉള്ള വെള്ളം എത്രയാണ് വരിക? ഉള്ള വെള്ളം 3.25 ലിറ്റർ. ഓക്കെ, 3.25 ലിറ്റർ. അതായത് ഉള്ള വെള്ളം എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടെയ്ൻസ് എത്ര പേരില് വാട്ടർ കണ്ടെയ്ൻ ചെയ്യുന്നത്? 3.25 ലിറ്റർ. ഇനി ടു ബി ഫിൽഡ് ആണ്. ഇനി എത്ര കൂടെ ഒഴിക്കേണ്ടി വരും എന്നാണ് ചോദിക്കുന്നത്. ഇത് ടു ബി ഫിൽഡ്, എത്ര ഇത് ഒഴിക്കേണ്ടി വരും, എത്ര ഒഴിക്കണം എന്ന് കണ്ടുപിടിക്കാൻ, എത്ര ഒഴിക്കണം അല്ലത് നമുക്ക് നിറയാൻ എത്ര ഒഴിക്കണം എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 10 ലിറ്ററിൽ നിന്ന് 3.25 കുറക്കണം. ശ്രദ്ധിക്കുക കുട്ടികളെ, 10 ലിറ്ററിന് 3 3/4 കുറക്കണം. 10ന്ന് 3.25 കുറക്കണം. അപ്പൊ ഇങ്ങനെ വരുമ്പോ നേരത്തെ ഒക്കെ നമ്മൾ ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോന്നറിയില്ല, ഇങ്ങനെയുള്ള ടൈപ്പാണ്ടായി 1/2 മൈനസ് 3/5 ഈ മോഡലൊക്കെയാണ് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അല്ലെ, 1/2. അപ്പൊ ആ മോഡലൊക്കെ വരുമ്പോ 1/2 മൈനസ് 2/5 1/5 ഈ മോഡലാണ് നമ്മൾ കുറച്ചത്. എന്നാൽ ഇവിടെ വരും നോക്കിയാൽ ഒരു നമ്പറാണ്, ഒരു ഫ്രാക്ഷൻ ആണ്. ഒരു നമ്പറിൽ നിന്ന് ഒരു ഫ്രാക്ഷൻ നമുക്ക് കുറക്കണം. അപ്പൊ ഇങ്ങനെ വരുമ്പോ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ എന്ത് ഒബ്സർവ് ചെയ്യുക? നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക, ഞാൻ പറഞ്ഞ എളുപ്പ വഴി മനസ്സിലാക്കുക. ഇവിടെ ഉള്ളത് എത്രയാണ്? 3/4 ആണ്. ശ്രദ്ധിക്കണേ, ഇവിടെ ഉള്ളത് 3/4 ആണ്. അപ്പൊ ഈ 10ൽ നിന്ന് ഈ 10ന്റെ താഴെ ഒരു 3/4 എഴുതുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ 9.25 ഉണ്ടാവുമല്ലോ. 10നെ നമുക്ക് എങ്ങനെ എഴുതാം? 9.25 കാലും എഴുതിക്കൂടെ? 9ഉം 3/4 പ്ലസ് 1/4 എഴുതാം. മൈനസ് എത്ര എഴുതാം? 3/4 എഴുതാം. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോഴുള്ള ഗുണം എന്താ? ഇങ്ങനെ എഴുതുമ്പോഴുള്ള ഗുണം നിങ്ങൾക്കറിയാം. 9.25 നിന്ന് നോക്കിയാൽ 9/3/4 നിന്ന് 3/4 പോയാൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 6 എന്ന് നമുക്ക് കിട്ടും. അതെങ്ങനെയാണ് കിട്ടുക? അത് ഞാൻ പറഞ്ഞുതരാം. ഈ 9ന് നമുക്ക് എങ്ങനെ എഴുതാം? 9.25 9 പ്ലസ് 3/4 പ്ലസ് 1/4 മൈനസ് 3 പ്ലസ് 3/4 എന്നാ വരല്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇതിൽ 3.25 എന്ന് പറഞ്ഞാല് 3ഉം കുറക്കണം, പിന്നെ എന്തും കൂടെ കുറക്കണം? 3/4 കുറക്കണം. ശ്രദ്ധിക്കണേ, മൈനസ് 3 3/4 എന്ന് പറഞ്ഞ അർത്ഥം ഈ ഉള്ള വിലയിൽ നിന്ന് 3ഉം കുറക്കണം, പിന്നെ 3 മാത്രം കുറച്ചാൽ പോരാ, പിന്നെ അതിന്റെ കൂടെയുള്ള 3/4 അതിന്റെ കൂടെയുള്ള 3/4 ഭാഗവും കുറക്കണം. ഇങ്ങനെ കുറക്കുമ്പോൾ നിങ്ങൾ കണ്ടു
ഇവിടെ എന്തുണ്ട്? മുക്കാലുണ്ട്. ഇവിടെയും മുക്കാലുണ്ട്. അത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാ? കട്ട് ചെയ്യാം. മുക്കാല് പോയാൽ 3/4 നിന്ന് 3/4 പോയാൽ 0. അത് നമുക്ക് അങ്ങനെ കുറക്കാം. ബാക്കി നമുക്ക് എന്താ വരല് നോക്കിയാൽ 9 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. ശ്രദ്ധിക്കണേ, 9 ഉണ്ട്, പിന്നെ 1/4 ഉണ്ട്, 3 ഉണ്ട്. അപ്പൊ 9 3 കുറച്ചാൽ നിങ്ങൾക്ക് എത്രയാണെന്നറിയാം? 6 6ഉം പിന്നെ എന്ത് അധികം ഉണ്ട്? 1/4. അപ്പൊ ഉത്തരം 6 1/4 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. 6 1/4. അപ്പോ ഇവിടെ കുട്ടികൾക്ക് വരുന്ന ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഇവിടെ 9 and 3/4 9.75 ഈ 10 ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കിയത്? ഇവിടെ മുക്കാല് വന്നതുകൊണ്ട്. അപ്പോ ഇതിന് പകരം ഞാൻ വേറൊന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പറയാ. ഇപ്പൊ 10 - 4.5 വിചാരിച്ചോ. 10 - 4.5 ഞാൻ എന്താ എഴുതറിയോ? ഇതിനെ ഞാൻ 9.5 എഴുതും, +1/2 എഴുതും. ഈ 10നെ 9.5 +1/2 -4.5 എഴുതും. അപ്പൊ ഇതിനുള്ള ഗുണം എന്താ? ഈ 9.5 നിന്ന് 4.5 നമുക്ക് കുറക്കാൻ പറ്റും. 9.5 നിന്ന് 4.5 കുറച്ച 5 കറക്റ്റ്. ഈ അരിയും പോവും. 9 4 പോയ 5 +1/2 വരും. അപ്പൊ ആൻസർ എത്ര കിട്ടി? 5.5 കിട്ടി. അപ്പൊ ഐഡിയ മനസ്സിലായല്ലോ എങ്ങനെയാണ് സ്പ്ലിറ്റ് ആക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് വെറും സംഖ്യ നമ്പർ, മറ്റേ ഭാഗത്ത് ഫ്രാക്ഷൻ അടക്കം വരുമ്പോ ഇതിലുള്ള ഫ്രാക്ഷൻ ആക്കിയിട്ട് ഇതിനെ മാറ്റി എഴുതുക. ഓക്കെ, അപ്പൊ കുട്ടികൾ എന്തൊക്കെ പഠിക്കേണ്ടി വരും നോക്കൂ കുട്ടികളെ. 1/4ഉം 1/4ഉം കൂട്ടിയാല് 1/2 എന്ന് പഠിക്കണം. 1/2ഉം 1/4ഉം കൂട്ടിയാല് 3/4 എന്ന് പഠിക്കണം. ഓക്കെ, ഇത്ര കാര്യങ്ങൾ പഠിച്ചാല് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കണക്കുകളിൽ എളുപ്പത്തിൽ കൂട്ടി ചെയ്യാൻ കഴിയും. ഓക്കെ, പഠിക്കുമല്ലോ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. From a string 1 3/4 of a meter long, a piece half a meter long is cut off. What is the length of the remaining piece? നമ്മൾ മലയാളത്തിൽ പറഞ്ഞാല് 1.25 മീറ്റർ നീളമുള്ള ഒരു ചരടുണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? 1/2 മീറ്റർ നീളമുള്ള ചരട് മുറിച്ചു മാറ്റുന്നു. എങ്കിൽ ബാക്കിയുള്ളതിന്റെ നീളം എത്ര വരും? ആകെ 1.25 മീറ്റർ നീളമുള്ള വലിയൊരു ചരട് ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ നിന്ന് ഒരു 1/2 മീറ്റർ ഭാഗം അങ്ങോട്ട് മാറ്റുന്നു. ഇത് മുറിച്ചു മാറ്റുന്നു. ബാക്കി എത്രയുണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താ ചെയ്യേണ്ടി വരിക? റിമൈനിങ് പാർട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് മൈനസ് ചെയ്യും. അപ്പൊ 1.25 നിന്ന് എത്ര കുറക്കുന്നു? 1/2 കുറക്കുന്നു. കുട്ടികളെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പം എന്താ? ഈ 1.25നെ 1/2യുടെ ഭാഷയാക്കിയിട്ട് നമുക്ക് എഴുതാം. നമുക്ക് എങ്ങനെ എഴുതാം? 1/4ഉം 1/2യും കൂട്ടിയാല് 1.25 ആവുമല്ലോ. 1.25 എന്ന് പറഞ്ഞാൽ 1/4ഉം 1/2യും കൂട്ടുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് ആരെ കുറച്ചാൽ മതി? ഈ 1/2നെ കുറച്ചാൽ മതി. അപ്പൊ എന്ത് കിട്ടും? ഈ 1/2യും നമുക്ക് കട്ട് ചെയ്യാം. 1/2 കുറക്കണം. 1/2 0 0. 1/2 നിന്ന് 1/2 പോയാൽ 0 ആണ്. ബാക്കി നമുക്ക് ആൻസർ എത്ര കിട്ടും? 1/4 എന്ന് പറയുന്നത് കിട്ടും നമുക്ക്. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ ഇവിടെ ഉള്ളത് പോലെ ഇവിടെ തന്ന നമ്പറിനെ സ്പ്ലിറ്റ് ആക്കുക. അങ്ങനെ സ്പ്ലിറ്റ് ആക്കിയിട്ട് ചെയ്യാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 1.5 + 4 എഴുതി ഇവിടെ എന്താണോ ഉള്ളത് അത് നമുക്ക് പ്ലസ് ഇട്ടിട്ട് കിട്ടണം. അതാണ് ഞാൻ പറഞ്ഞതിന്റെ ഐഡിയ. ഓക്കെ, ശരി. ഫോർത്ത് ക്വസ്റ്റ്യൻ. എ പഞ്ചായത്ത് കൺസ്ട്രക്റ്റഡ് എ ന്യൂ റോഡ് 14 3/4 kilometers long last year. This year a road 16 1/4 kilometers long was constructed. How much more was constructed this year? അതായത് പഞ്ചായത്ത് പുതിയ റോഡ് നിർമ്മിക്കുന്നതിൽ കഴിഞ്ഞ വർഷം 14.25 കിലോമീറ്റർ കഴിഞ്ഞ വർഷം റോഡ് പഞ്ചായത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വർഷം ഉണ്ടാക്കിയത് 16.25 കിലോമീറ്റർ ആണ്. എങ്കിൽ ഈ വർഷം അധികം ഉണ്ടാക്കിയത് എത്രയാണ്? ഇത് കഴിഞ്ഞ കൊല്ലത്തെ അളവാണ്, ഇത് ഈ വർഷത്തെ അളവാണ്. ഇപ്പൊ എത്ര അധികം ഉണ്ടാക്കിയെന്ന്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? വലിയ അളവിൽ നിന്ന് ചെറിയ അളവ് കുറച്ചാൽ മതി. ഇത് ലാസ്റ്റ് ഇയർ ആണ്, കഴിഞ്ഞ കൊല്ലാണ്. ഇത് ദിസ് ഇയർ ആണ്, കറണ്ട് ഇയർ ആണ് ഇത് വരിക. ഇത് ലാസ്റ്റ് ഇയർ ആണ്. ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം. ഇത് കഴിഞ്ഞ കൊല്ലം, ഇത് ഇക്കൊല്ലം. ഓക്കെ, അപ്പൊ നമ്മളോട് അധികം എത്ര എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പൊ എത്ര മോർ, എത്ര കൂടുതൽ ഉണ്ട്, അധികം എത്ര എടുത്തു,
അധികം എത്ര എടുത്തു? ഓക്കെ, അത് നമുക്ക് കണ്ടുപിടിക്കാൻ 16.25 നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 14.25 കുറച്ചാൽ മതി. 16.25 നിന്ന് 14.25 കുറച്ചാൽ മതി. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് 1/4 ചെറുതാണ്, ഇത് 3/4 വലുതാണ്. അപ്പൊ ഈ ചെറിയ 1/4 നിന്ന് ഈ 3/4 നമുക്ക് കുറക്കാൻ പ്രയാസമാണ് അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മൾക്ക് ചെയ്യാം, ഈ 16 എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ അതിനെ എഴുതാലോ. 16 + 1/4 എന്ന് എഴുതാം, മൈനസ് എന്തെഴുതാം? 14 എന്ന് എഴുതാം. ശ്രദ്ധിക്കണം, മൈനസ് 3/4 എന്ന് എഴുതാം. കാരണം എന്താ? 14.25 കുറക്കണം. 14 and 3/4 ആണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ 14 മാത്രം സബ്ട്രാക്ട് ചെയ്താൽ പോരാ, 3/4 സബ്ട്രാക്ട് ചെയ്യണം, 3/4 കുറക്കണം. ഓക്കെ, അപ്പൊ ഇനി ചെയ്യേണ്ടത്, ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഇത് ചെറുതാണ് ഈ 1/4, ഇത് 3/4 വലുതാണ്, ഇത് 1/4, ഇത് 3/4. അപ്പൊ ഇത് ചെറുതിൽ നിന്ന് ഇത് നമുക്ക് കുറക്കാൻ നമുക്ക് ആവില്ല. അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത്? ഇവിടെ വലിയ നമ്പർ ഉണ്ടായത് കൊണ്ട് ആ നമ്പറിൽ നമ്മൾക്ക് ഇതിൽ നിന്ന് നമുക്ക് അതിനെ മാറ്റി എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാ? ഇതിനെ പറ്റില്ല, ഇത് പ്ലസ് തന്നെ വേണം. അപ്പൊ നമുക്ക് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞിരിക്കുന്ന മാതിരി മൈനസ് 3/4 ഇതിൽ മാറ്റുക, ഇതിനെയല്ല ഇതിനെ മാറ്റുക. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ 3/4 വെച്ചിട്ട് ഇതിനെ എങ്ങനെ പറ്റും? 16 താഴെ നമുക്ക് എങ്ങനെ എഴുതാം? 15.25, ശ്രദ്ധിക്കണേ, 15.25 3/4 കൂട്ടിയാൽ എത്ര കിട്ടും? 16 കിട്ടുമല്ലോ. 16 കിട്ടി. പ്ലസ് 1/4 മൈനസ് 14 മൈനസ് 3/4. ഡൗട്ട് ഉണ്ടോ? ഇവിടെ 16 പകരം എന്താ ഞാൻ ഉപയോഗിച്ചത്? 15.25 പ്ലസ് 3/4. കറക്റ്റ്. അപ്പൊ എന്തിനാ അങ്ങനെ എഴുതേണ്ട കാരണം? നമുക്ക് ഇത് രണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിനെ നമുക്ക് ബ്രാക്കറ്റ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 15.25 പ്ലസ് 3/4 പ്ലസ് 1/4 മൈനസ് 14 മൈനസ് 3/4. ശ്രദ്ധിക്കണേ, ഇവിടെ നോക്കിയാൽ പ്ലസ് 3/4 ഉണ്ട്, ഇവിടെ മൈനസ് 3/4 ഉണ്ട്. അപ്പൊ അത് രണ്ടും നമുക്ക് കട്ടായി. ശ്രദ്ധിക്കണം, മനസ്സിലാക്കി പഠിക്കണേ. ഇത് രണ്ട് കട്ടായി. അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് എന്തെല്ലാം നോക്കിയാൽ, ഇവിടെ 15.25 ഉണ്ട്, ഇവിടെ 1/4 ഉണ്ട്, ഇവിടെ 14 ഉണ്ട്. അപ്പൊ ഈ 15.25 4 കൂട്ടിയ പ്രശ്നമില്ല അല്ലെ? 15.25 4 കൂട്ടിയാൽ അത്ര കിട്ടും. എല്ലാം വേണ്ട, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പും കൂടെ ഞാൻ എഴുതാം. 15 പ്ലസ് 1/4 പ്ലസ് 1/4 ഇവിടെ മൈനസ് 14. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 15 14 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 1 എന്ന് കിട്ടും. ഈ 15 14 സബ്ട്രാക്ട് ചെയ്താൽ 1 കിട്ടും. 1/4 1/4 കൂട്ടിയാൽ എത്ര കിട്ടും? കഴിഞ്ഞ ഇത്ര പോലെ ഈ പ്രോബ്ലത്തിലൊക്കെ ഇങ്ങനെയുള്ള ഐഡിയ വരും. ഓക്കെ, അപ്പോ എന്താണ്? 1/4 1/4 കൂട്ടിയ 1/2 ആണ്. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? കുട്ടികൾക്ക് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സ്റ്റെപ്പ് അധികം എഴുതാം, കാരണം തെറ്റിക്കരുത്. 15 എന്ന് എഴുതാം, ഇതിന് രണ്ടും കൂട്ടിയിട്ട് 1/2 എന്ന് എഴുതാം, മൈനസ് 14 എന്ന് എഴുതാം. അപ്പൊ ഈ 15ഉം 14 ഞാൻ അടുത്തടുത്ത് എഴുതാം. 15 മൈനസ് 14 അടുത്ത് എഴുതിയിട്ട് പ്ലസ് 1/2 എന്ന് എഴുതാം. അപ്പൊ 15 14 പോയ എത്ര? 1 പ്ലസ് 1/2. അപ്പൊ ആൻസർ 1/2 എന്ന് വരും. ഓക്കെ, ശരിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഈ ഒരു ട്രിക്ക് ഓർമ്മിക്കണേ മക്കളെ. ഇപ്പറ സബ്ട്രാക്ട് ചെയ്യുന്നത് വലിയ ഫ്രാക്ഷൻ ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൽ നിന്ന് നമ്മൾ അതിന്റെ കഷ്ണാക്കിയിട്ട് മാറ്റി എഴുതാൻ പഠിക്കുക. ഓക്കെ, അപ്പൊ എന്തും കൂടെ അതിൽ പഠിക്കേണ്ടി വരും. ഇതും കൂടെ പഠിക്കേണ്ടി വരും. 3/4 1/4 കൂട്ടിയാല് 1 ആണെന്നുള്ളതും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അത് ആശാ ദേവ് ബോട്ട് 20 meters of string. He cut off a piece of 5 3/4 meters long and then long first, and then a piece 6.5 meters long later. What is the length of the string left? മലയാളത്തിൽ പറഞ്ഞാല്
ആശാദേവ് 20 മീറ്റർ നീളമുള്ള ഒരു കമ്പി അല്ലെങ്കിൽ ഒരു ചരട് വാങ്ങി. 20 മീറ്റർ അയാൾ ആദ്യം വാങ്ങി. ഓക്കെ, ഫസ്റ്റ് അയാൾ വാങ്ങുന്നത് 20 മീറ്റർ. ഈ വലിയൊരു 20 മീറ്റർ ഉള്ള വാങ്ങിയിട്ട് അയാൾ എന്ത് ചെയ്തു അറിയോ? ഈ 20 മീറ്റർ ആണെന്ന് വിചാരിച്ചോ. ഈ 20 മീറ്റർ വാങ്ങിയിട്ട് അയാൾ ആദ്യം എന്ത് ചെയ്യുന്നറിയോ? ഇതിൽ നിന്ന് 5.25 മീറ്റർ റിമൂവ് ചെയ്തു. ഈ 5.25 ഇവിടുന്ന് ഒരു കഷ്ണം ഇത് 5.25 വിചാരിച്ചോ. ഇത് അതിൽ നിന്ന് റിമൂവ് ചെയ്തു. പിന്നെ അയാൾ ചെയ്ത് എത്രയാണെന്നറിയോ? അതിനുശേഷം ഇത് റിമൂവ് ചെയ്ത പിന്നെ ഇത്ര പേരല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ. അതിൽ നിന്ന് വീണ്ടും എത്ര റിമൂവ് ചെയ്യല്? 6.5 മീറ്റർ. ഇതാ ഇവിടുന്ന് ഇവിടത്തേക്ക് 6.5 മീറ്റർ പിന്നെ റിമൂവ് ചെയ്തു, മാറ്റി മുറിച്ചു കളഞ്ഞു. ഇനി ബാക്കി എത്ര ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയുണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം 5.25 മുറിച്ചു, ഇവിടത്തേക്ക് മുറിച്ചു, പിന്നെ 6.5 മുറിച്ചു, പിന്നെ ഇത്ര മുറിച്ചു. അപ്പൊ ആകെ മുറിച്ചത് എത്ര? ടോട്ടൽ കട്ട് ഓഫ് എത്ര വരല്? നിങ്ങൾ പറഞ്ഞ ടോട്ടൽ കട്ട് ഓഫ് മുറിച്ചു മാറ്റിയത്, ആകെ മുറിച്ചു മാറ്റിയത് എത്ര വരും? ഏതെല്ലാം നീളം? ഈ 6.5യും 5.25 കൂട്ടിയാൽ മതിയല്ലോ. രണ്ടും അതിൽ കളഞ്ഞില്ലേ? 6.5യും കളഞ്ഞു, 5.25 കളഞ്ഞു. ഏതിൽ നിന്ന്? ഈ വലിയതിൽ നിന്ന്. അപ്പൊ 6.5യും 5.25 കൂടെ കൂട്ടുക. 6.5 5.25 കൂടെ കൂട്ടാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി? നോക്ക്, ഇതിനെ ഞാൻ എഴുതി വെക്കുന്നേ. 6 + 1/2 + 5 + 3/4. 6 + 1/2യും 5 + 3/4. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 6 + 5 എന്ന് എഴുതാം, പ്ലസ് 1/2 + 3/4 എന്ന് എഴുതാം. 1/2 + 3/4. ഈ 3/4 നമുക്ക് എങ്ങനെ എഴുതാം? 3/4 നമുക്ക് 1/2 + 1/4 എന്ന് എഴുതാം. 3/4 1/2 കൂട്ടണം 1/4 എന്ന് എഴുതാം. ഓക്കെ, അപ്പോ 6 കൂട്ടണം 5 നമുക്ക് കിട്ടും, പ്ലസ് ഈ 1/2 എഴുതി. ഈ 3/4 എങ്ങനെ എഴുതാം? 1/2 കൂട്ടണം 1/4. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, അത് എന്തിനാ എഴുതിയെന്ന്. ഇവിടെ 1/2 ഉണ്ടായത് കൊണ്ടാണേ, ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അതുപോലെയുള്ള ഒരു സാധനം ഇവിടെ ആക്കിയിട്ട് എഴുതിയ രണ്ടും കൂടെ കൂട്ടിയാൽ 1 ആയില്ലേ? അപ്പൊ നമുക്ക് എന്തെല്ലാം കിട്ടും? നോക്കൂ കുട്ടികളെ, 6ഉം 5ഉം 11. ഹാഫും കൂട്ടിയാൽ ഇവിടുന്ന് ഇവിടം വരെ കൂട്ടിയാല് എത്ര കിട്ടി? ഹാഫും കൂട്ടിയാൽ 1 കിട്ടി, പ്ലസ് 1/4. അപ്പൊ 11 1 എത്ര നമുക്ക് കിട്ടും? 12. പിന്നെ നമുക്ക് എത്ര കിട്ടും? 1/4. അപ്പൊ 12 1/4 അയാൾ ആകെ മുറിച്ചു മാറ്റിയത്. എത്ര കിട്ടി? ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോ 12ഉം 1/4 നമുക്ക് മുറിച്ചു മാറ്റിയ മാതിരി കിട്ടി. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? ആകെ ഉള്ളത് എത്രയാണ്? 20 മീറ്റർ ആണ്. അപ്പൊ 20 മീറ്ററിൽ നിന്നാണ് ഈ 12.25 മുറിച്ചു മാറ്റിയത്. ഇനി ബാലൻസ് എത്ര? റിമൈനിങ് എത്രയുള്ളത്? ബാക്കിയുള്ളത് എത്ര? റിമൈനിങ് ബാക്കിയുള്ളത് ആകെ എത്ര ഉണ്ടായത്? 20 മീറ്റർ അല്ലേ ടോട്ടൽ ഉണ്ടായത്. അതിൽ നിന്ന് ഇത്ര പോരെ വരുമ്പോ രണ്ടും കൂട്ടിയപ്പോ ഇത് മുറിച്ചു കളഞ്ഞു. അപ്പൊ 20ൽ നിന്ന് ആരെ കുറച്ചാ മതി? 12.25 കുറച്ചാ മതി. കറക്റ്റ് അല്ലേ? 20ൽ നിന്ന് 12.25 കുറച്ചാ മതി. നോക്ക്, ഇവിടെ ഫ്രാക്ഷൻ ഇല്ല, ഇവിടെ ഫ്രാക്ഷൻ ഉണ്ട്. അപ്പൊ 20നെ എങ്ങനെ എഴുതാ? 19.25 എഴുതാലോ. 3/4 1/4 കൂട്ടിയാൽ എത്രയാണ്? 1 ആണ്. അപ്പൊ അതിന് തൊട്ട് താഴെയുള്ള നമ്പർ എടുത്തിട്ട്, തൊട്ട് താഴെയുള്ള നമ്പർ എത്ര? 19, 19 ആണ്. എന്നിട്ട് ആ 1നെ എങ്ങനെ? 19 + 1 അല്ലേ ഇത്? ആ 1നെ എങ്ങനെ എഴുതാ? 3/4 + 1/4 മൈനസ് എത്ര കിട്ടും? 12 1/4. ഇനി എന്ത് ചെയ്യാ? നമുക്കിതിനെ സ്പ്ലിറ്റ് ആക്കിയിട്ട് എഴുതാം. നോക്കൂ കുട്ടികളെ, 19 + 3/4. 19 3/4 19 + 3/4 എന്ന് എഴുതാം. പിന്നെ എന്ത് എഴുതാം? പ്ലസ് 1/4 മൈനസ് 12. തെറ്റിക്കല്ലേ? -12ഉം മൈനസ് എത്ര എഴുതണം? 1/4. കുറക്കണം 12 എഴുതുക, കുറക്കണം 1/4 എഴുതുക. അപ്പൊ ഇവിടെ നോക്കിയേ നിങ്ങൾ, ഇവിടെ കൂട്ടണം 1/4 ഉണ്ട്, കുറക്കണം 1/4 ഉണ്ട്. ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം. 2 0 ആയി. 1/4 നിന്ന് 1/4 പോയാൽ 0, അതങ്ങ് പോയി. അപ്പോ നമുക്ക് എത്ര ബാക്കി കിട്ടും നോക്കിയാൽ? ബാക്കിയുള്ളത് ഞാൻ ഇവിടെ എഴുതാം. എന്തൊക്കെയാ ബാക്കിയുള്ളത്? 19 ഉണ്ട്,
പ്ലസ് 3/4 ഉണ്ട് മൈനസ് 12. അപ്പൊ 19ഉം 12ഉം അടുത്തടുത്ത് എഴുതാം. 19ഉം 12ഉം അടുത്തടുത്ത് എഴുതിയിട്ട് 3/4 എന്ന് എഴുതാം. 19 12 പോയാൽ 7. 7 പ്ലസ് 3/4 ഉത്തരം 7 3/4 മീറ്റർ. ഇത്രയുമാണ് ബാക്കി ഉള്ളത്. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. ഇത് ശ്രദ്ധിക്കണേ കുട്ടികളെ, ഈ 1/4 1/4 പോകുന്നത് ശ്രദ്ധിക്കണേ. അതായത് 1/4 നിന്ന് 1/4 കുറച്ച 0 കിട്ടുക, അത് അവിടെ ഇല്ലാതായി. ഓക്കെ, ഇത് അപ്പുറം ഇപ്പുറം ആയതുകൊണ്ട് കൺഫ്യൂഷൻ വരില്ലേ. ഓക്കെ ഓക്കെ, ശരി. ഇനി 6th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറഞ്ഞത്: ദ മിൽക്ക് സൊസൈറ്റി ഗോട്ട് 75 1/4 liters in the morning and 55 1/2 liters in the evening. Of these, 85 3/4 liters of milk is sold. How much milk is left? അതായത് ഒരു പാൽ സൊസൈറ്റിയിൽ രാവിലെ 75.25 ലിറ്റർ പാല് രാവിലെ ഉണ്ടാവും. വൈകുന്നേരം 55.5 ലിറ്റർ പാലും വൈകുന്നേരം കിട്ടും. എന്നിട്ട് അതില് രാവിലെയും കിട്ടി വൈകുന്നേരം കിട്ടി. അതില് ആ കിട്ടിയതില് 85.25 ലിറ്റർ വിറ്റു. 85.25 ലിറ്റർ പാല് വിറ്റു. ബാക്കി എത്ര പാലുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഇത് രാവിലെ കിട്ടിയതാണ്. സിമ്പിൾ പ്രോബ്ലം ആണ്. രാവിലെ. ഇത് വൈകുന്നേരം. ഓക്കെ, വൈകുന്നേരം. ഇത് മോർണിംഗ് ആണ്, ഇത് ഈവനിങ് ആണ്. എന്നിട്ട് ഇത് ചെലവായതാണ് കേട്ടോ. ഇത് ചെലവായത്, വിറ്റതാണ്. ഇത് വിറ്റതാണ്. അപ്പൊ ആകെ എത്ര ഉണ്ടായെന്ന് ആദ്യം കണ്ടുപിടിക്കുക. ശ്രദ്ധിക്കണേ, ആകെ ഉണ്ടായത് ആദ്യം കണ്ടുപിടിക്കുക. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ കിട്ടിയാൽ മതി. അപ്പൊ ടോട്ടൽ മിൽക്ക് കണ്ടുപിടിക്കുക ആദ്യം. ആകെ പാല് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കുക. ആകെ പാല് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഏതെല്ലാം കൂട്ടേണ്ടത്? 75.25 55 കൂട്ടിയാല് രാവിലെ കിട്ടിയ പാലും വൈകുന്നേരം കിട്ടിയ പാലുമായി. ഇത് രണ്ടും കൂട്ടിയാൽ ടോട്ടൽ പാല് കിട്ടി. അതിൽ നിന്ന് ചെലവായ പാൽ എത്ര? ഇത്. ബാക്കി കണ്ടുപിടിക്കാൻ ഈ കൂട്ടി കിട്ടിയതിൽ നിന്ന്, ഈ സമ്മിൽ നിന്ന് ഇതങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതി, കുറച്ചാൽ മതി. അപ്പൊ ഇത് രണ്ടും കൂട്ടി നോക്കുക എത്ര കിട്ടുന്നു. എളുപ്പമാണ് പഠിക്കാൻ. 75ഉം 1/4 ഉണ്ട്, പ്ലസ് 55ഉം അരയുണ്ട്. അപ്പൊ നോക്കിക്കോ, 74 55 75 55 ആദ്യം എഴുതാം. 75 പ്ലസ് 55. ഓക്കെ, പിന്നെ ഉള്ളത് 1/4ഉം 1/2 ആണ്. എളുപ്പമാണ് ഇത്. 75 55 കൂട്ടി നോക്കിക്കോ എത്ര വരുന്നു കൂട്ടി നോക്കോ. 5 5 10 1 7 5 13 130 കിട്ടും. 130 കിട്ടി. പ്ലസ് 1/4 1/2 നമുക്കറിയാം. എത്ര അറിയാം? 3/4. പഠിച്ചു വെക്കണേ. ഞാൻ നേരത്തെ റിസൾട്ട് അപ്പുറം എഴുതിയുണ്ട്. 1/4ഉം 1/2ഉം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 3/4. ഹാഫും ക്വാർട്ടറും 3/4. അരയും കാലും മുക്കാല്. അപ്പൊ ഇത് എത്ര കിട്ടി നമുക്ക്? 130 പ്ലസ് 3/4, അല്ലെങ്കിൽ 130 3/4 എന്ന് എഴുതാം. അതിൽ നിന്ന് എത്ര ചെലവാക്കിയത്? 85.25 വിറ്റു. അപ്പൊ ബാക്കി എത്ര വരില്ലേ? അപ്പൊ ചെലവാക്കിയത് എത്ര? വിറ്റത് എന്ന് എഴുതാം അല്ലെ കുട്ടികളെ? വിറ്റത് എത്രയാണ്? 85.25. അതായത് ഓൾറെഡി സോൾഡ് എത്ര വരില്ലേ? 85.25. അപ്പൊ റിമൈനിങ്, ബാക്കി ഇവിടെ എഴുതാം. റിമൈനിങ് സിമ്പിൾ ആണ്, എളുപ്പമാണിത്. റിമൈനിങ് ബാക്കി വരുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ 130.25 നിന്ന് ഇതങ്ങ് കുറച്ചാൽ മതി. അതായത് 130 3/4 നിന്ന് ആരെ കുറച്ചാൽ മതി? ഈ പറഞ്ഞ 85 3/4 കുറച്ചാൽ മതി. അപ്പൊ കുറക്കുന്നത് ഞാൻ ഇവിടെ എഴുതാം കേട്ടോ. താഴെ ആയതുകൊണ്ട് ഇവിടെ ഞാൻ എഴുതാം. അപ്പൊ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? 130 പ്ലസ് 3/4 മൈനസ് 85. ശ്രദ്ധിക്കണേ, മൈനസ് 85 മൈനസ് 3/4. ശ്രദ്ധിക്കണം, ഈ മൈനസ് ഇതും കുറക്കണം, ഇതും കുറക്കണം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന കണ്ടോ, 130 മൈനസ് 85 എന്നുള്ള നമ്പർ അടുത്തടുത്ത് എഴുതി. പ്ലസ് 3/4 മൈനസ് 3/4. അപ്പൊ 3/4 നിന്ന് 3/4 പോയാല് 0. അപ്പൊ 130 85 കുറക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 45
5. ഇത് കുറച്ചാൽ നമുക്ക് 45 കിട്ടും. മറ്റേത് 0 കിട്ടും. 45ഉം 0 എത്ര? 45. അപ്പൊ എത്ര ലിറ്റർ ബാക്കി? 45 ലിറ്റർ പാൽ ബാക്കിയുണ്ട് എന്ന് പറയും. കുട്ടികളെ 130 നിങ്ങൾക്ക് 85 കുറക്കാൻ പണിയില്ല. ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 10 5 പോയാൽ 5, 12 8 പോയാൽ 4 എന്ന് പറഞ്ഞിട്ട് 45 കിട്ടും കേട്ടോ. ഓക്കെ, ഇതിൽ കുറച്ച് 0 മനസ്സിലായല്ലോ. ഇല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഇങ്ങനെ 3/4 3/4 കട്ട് ചെയ്യുക. ഓക്കെ, അതില്ല. ബാക്കി 45 ലിറ്റർ മാത്രം. ഓക്കെ, അപ്പോ പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട 6 ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്തു. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട വേറെയും സബ്ട്രാക്ട് ചെയ്യുന്ന, കുറക്കുന്ന ചോദ്യങ്ങൾ ചെയ്തു. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. നമുക്ക് വീണ്ടും കാണാം. ബൈ.